ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരും. ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും സോഫ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ക്രസ്റ്റിക്രം ഐസ്ക്രീം മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കറ്റാണ് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ വിശദീകരിച്ച് പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തണുത്ത പാല് വേണം. 100 ഗ്രാം പൗഡറാണത്. അതിന് 200 ml പാല് വേണം. അപ്പോൾ നമ്മൾ തിളപ്പിച്ചതായാലും തിളപ്പിക്കാത്തതായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ 200 ml പാലിലേക്ക് 100 ഗ്രാം പൗഡർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇലക്ട്രിക്കൽ ബീറ്ററാണ്. ഇലക്ട്രിക്കൽ ബീറ്ററും അല്ലെങ്കിൽ മിക്സിയോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വിസ്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പം ബീറ്റർ ഓൺ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ പാലും പൗഡറും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ പൗഡറെല്ലാം പുറത്തേക്ക് പോകും. ഇനി നമുക്ക് ഹൈ സ്പീഡിൽ വെച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ നിർത്താതെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ സ്പീഡിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ലതുപോലെ പതഞ്ഞ് കിട്ടുള്ളൂ. ആ ഒരു 3 മിനിറ്റ് ടൈം ആകുമ്പോഴേക്കും. അപ്പോൾ അതുവരെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചപ്പാൽ ഉപയോഗിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അതല്ലാത്ത പാലാണെന്നുണ്ടെങ്കിലും തണുപ്പിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബീറ്റ് ചെയ്യുമ്പോൾ ചൂടാവും. നമ്മൾ സാധാരണ നോർമൽ പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീറ്റർ നല്ലതുപോലെ ചൂടാവും. അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല തണുത്ത പാലെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിക്സ് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് കേട്ടോ. ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 3 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് വെക്കേണ്ടത്. ഇനിയും നമുക്ക് എടുത്ത് ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ 2 മണിക്കൂറാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ വെച്ചതിനേക്കായി ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തണുത്തപ്പോൾ ഒന്നും കൂടി ഒരു കൊഴുപ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മുതൽ 4 മിനിറ്റ് വരെ നിർത്താതെ ബീറ്റ് ചെയ്യാം. അതും ഹൈ സ്പീഡിൽ തന്നെ ചെയ്യണം. മിക്സിയിലാണെന്നുണ്ടെങ്കിലും ഹൈ സ്പീഡിൽ വെച്ചു കൊടുത്താൽ മതിയോ. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞോളും. നമ്മൾ ഈ 4 മിനിറ്റ് എന്ന് പറയുന്നത് ആ 4 മിനിറ്റ് ടൈമിലേക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ തന്നെ ചെയ്യണം. ഇനി ഇതൊരു 4 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് ക്രീമി ആയിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലേവർ ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി, വാനില, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 4 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഇതിന് മുന്നായിട്ട് നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കിയാലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയാലും മതി കേട്ടോ. ഈ ഒരു ക്രീമി ടെക്സ്ചർ ആക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഐസ്ക്രീം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരം ബീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള മിക്സ് മുഴുവൻ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ml പാലും 100 ഗ്രാം മിക്സിലും നമുക്കൊരു 200 ഗ്രാം ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്കിത് 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അത് നമ്മൾ ഓവർനൈറ്റ് ചെയ്യുമായിരിക്കും ഒന്നും കൂടി നന്നാവുക. പകലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊരു ക്ഷമ ഉണ്ടാവില്ല. അതുകൊണ്ട് രാത്രി അവരെ ഉറങ്ങിയതിന് ശേഷം ചെയ്യുമ്പോൾ രാവിലെ നമുക്ക് എടുത്തു കൊടുത്താൽ അത്രയും ഇതാണ്. മറ്റേത് ആയോ ചോദിച്ച് പിന്നാലെ അങ്ങനെ നടക്കും. അപ്പോൾ അത് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ സാധാരണ നമ്മൾ ഐസൊക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വീട്ടിൽ പാലും പഞ്ചസാരയൊക്കെ വെച്ച് വെക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് വരിക. അതുപോലെ കോരി കഴിക്കുന്ന ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടാറില്ല. പിന്നെ നമ്മൾ സാധാരണ ഐസ്ക്രീമിൻ്റെ പൗഡർ വാങ്ങി വെക്കുമ്പോൾ അത് പാലിലിട്ടിട്ട് കുറുക്കി ചെയ്യണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 പ്രാവശ്യമായിട്ട് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ നമ്മുടെ ഐസ്ക്രീം റെഡിയായി. അപ്പോൾ അതാ നല്ല ടേസ്റ്റും പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിലും നല്ല സോഫ്റ്റിലും നല്ല ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനൊരു ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പകുതിയും വെച്ചിട്ടുണ്ട്. ഒരു മിൻറ്റ് ലീഫും വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതിൽ പ്രസൻറ്റ് ചെയ്തിട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തലേന്ന് ഇതുപോലെ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഡെസേർട്ടായിട്ട് ഇത് അവർക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ചക്ക വെച്ചിട്ടൊക്കെ ഐസ്ക്രീം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.